കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ലേഖനമടക്കം പുറത്തു വരുന്നത്. അതായത് ഈ വാർത്ത അറിയുന്നതിന് മുമ്പ് തന്നെ സുപ്രഭാതം നിലപാടെടുത്തതാണ്. അതിൽ സർക്കാർ കൈവിട്ട കളിയാണ് നടത്തുന്നത്, അയ്യപ്പ സംഗമം NSSുമായുള്ള അടുപ്പമൊക്കെ ആവാം ഈ ലേഖനം എഴുതാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നു. അതാണ് ഈ അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട വാർത്ത. ഒരു വശത്ത് CPM ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകളെ നിലനിർത്താൻ അല്ലെങ്കിൽ കൂടുതലായി അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് ന്യൂനപക്ഷം സംഘടിച്ച് ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അത്തരമൊരു കൺസോളിഡേഷൻ എതിർഭാഗത്ത് ഉണ്ടാവുന്നതായുള്ള സൂചനകൾ പ്രകടമാണോ കിരൺ? സജിത്ത്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് ചോദിച്ചാൽ അത് CPM ആണ് എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന പാർട്ടി CPM തന്നെയാണ്. എല്ലാ കാലത്തും CPMനെ സംബന്ധിച്ച് CPM വോട്ട് ബാങ്കിൻ്റെ ഏറ്റവും ഒരു പ്രധാന വിഭാഗം, പ്രത്യേകിച്ച് പിന്നാക്ക ഹിന്ദു വിഭാഗമാണ് ഏറ്റവും പ്രധാന വിഭാഗം. ആ വോട്ട് ബേസിലേക്കാണ് പിന്നീട് അവർക്ക് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ എത്തുമ്പോഴാണ് CPMനെ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് മറുപക്ഷത്തേക്ക് പോകുന്ന സമയത്ത് UDF ജയിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഈ അടിസ്ഥാനപരമായി ഇപ്പോഴത്തെ പ്രശ്നമാണ് UDF LDF മത്സരത്തിൽ നിന്ന് ഒരു ഭാഗത്ത് BJP കൂടി കടന്നു വരുന്നു. BJP കടന്നു വരുമ്പോൾ BJP പ്രധാനമായും പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതുവരെയും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉറച്ചു വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് അവർ കടന്നു കയറുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ വലിയ സഹായം ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ എപ്പോഴും ആശയങ്ങൾ മാത്രമല്ല, തന്ത്രപരമായ നിലപാടുകൾ കൂടി പ്രധാനമാണ്. അങ്ങനെ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ട്, അത് പിന്നോക്ക വോട്ട് ബാങ്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് അമൃതാനന്ദമയ്യെ പോലുള്ള നേതാക്കളെയൊക്കെ ഒപ്പം നിർത്തുന്നത് ദീർഘകാലമായി SNDPയുമായി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഒക്കെ വലിയ കടുത്ത ആശയപരമായ വിയോജിപ്പ് CPMനുള്ളപ്പോൾ പോലും വെള്ളാപ്പള്ളി തന്നെ സ്വന്തം മകനെയും ഭാര്യയും ഒക്കെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും എല്ലാവിധ പിന്തുണയും ഒക്കെ നൽകുമ്പോഴും വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാതെ എങ്ങനെയും ചേർത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ CPM നടത്തുന്നത് അടിസ്ഥാനപരമായി CPMൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് CPMനെ പിന്തുണയ്ക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ, പിന്നാക്ക ഹിന്ദു വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ആളുകളെ ഒപ്പം നിർത്തുക. ഇപ്പോൾ അതിനൊപ്പം NSSനെ കൂടി ഒപ്പം നിർത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ട് ബാങ്കിൽ CPMനുണ്ടായിരുന്ന അടിസ്ഥാന വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നതാണ്. സൈത്ത് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, സ്വാഭാവികമായും ഇങ്ങനെ ഹിന്ദു വോട്ട് ബാങ്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ മറുപക്ഷത്ത് മുസ്ലിം വോട്ട് ബാങ്കിലും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലും ഒക്കെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവില്ല, അത് പാർട്ടിക്കെതിരായ ഒരു നീക്കമായി മാറില്ലേ എന്നുള്ളതാണ്. ആ ആശങ്ക സ്വാഭാവികമായും CPMനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ആശങ്ക സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ CPM ന്യൂനപക്ഷങ്ങളെ അനുകൂലമായ നിലപാടാണ് സ്ഥിരമായി സ്വീകരിക്കുന്നത്. CPM ഒരു ന്യൂനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് എതിരായ പാർട്ടിയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം കഴിഞ്ഞ കുറേ കാലമായി മറ്റു പാർട്ടികളൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. BJPയും RSSും ഒക്കെ സംഘപരിവാര സംഘടനകൾ വ്യാപകമായി അത്തരം നടത്തിയ പ്രചരണത്തിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നൊരു പാർട്ടി കൂടിയാണ് CPMൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ ആ തരത്തിലേക്കുള്ള ചെറിയ ഇടിവുകൾ ഉണ്ടാവുകയും അത് ചില ചോർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അടിസ്ഥാന വോട്ട് ബാങ്ക് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടല്ലാതെ ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. താൽക്കാലികമായി മാത്രം ഒരു വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിസ്ഥാന വോട്ട് ഒരിക്കൽ ചോർന്നു പോയാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കാത്ര എളുപ്പമല്ല. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹിന്ദു വോട്ട് ബാങ്ക് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മറ്റ് നിലപാടുകളിലൂടെ, സംഘപരിവാറിനെതിരായ ശക്തമായ നിലപാടുകളിലൂടെ മുസ്ലിം വോട്ട് ബാങ്കിലേക്കും അതിനെ അനുകൂലിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കും ഒക്കെ ഒപ്പം നിർത്തുക. ഈ സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കണം, ശബരിമല പരിപാടി കഴിഞ്ഞ് നേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോയത് ഒരു സഭയുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയാണ്. അത് ഹെലികോപ്റ്ററിൽ തന്നെ അവിടെ എത്തുകയും അവിടെ വെച്ച് തന്നെ പരസ്യമായി സഭയുടെ നേതാവ് കൃത്യമായി പറയുകയും ചെയ്യുകയാണ്, എങ്ങനെയാണ് പിണറായി വിജയൻ നമ്മുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി എല്ലാ മതജാതി വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിക്കുക, അതുവഴി മൂന്നാമത് ഒരു ഭരണം ഉറപ്പാക്കുക, ഇതാണ് CPMനെ സംബന്ധിച്ച ലക്ഷ്യം. നമുക്ക് ചോദ്യം വരുന്നത്, CPM ഇത്രയും കാലം സ്വീകരിച്ചിരുന്ന നിലപാടാണോ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം ആശയപരമായ CPMൻ്റെ കടുപ്പിടുത്തങ്ങൾ മാറ്റിവെച്ച് തന്ത്രപരമായി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ ലൈൻ CPM സ്വീകരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇവിടെ ഫലത്തിൽ കാഴ്ചക്കാരെ നിൽക്കേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാവുന്നു എന്നതുകൂടി നമുക്ക് കാണേണ്ടി വരും. കിരൺ, ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ മുസ്ലിം ലീഗ് എന്നൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ നിൽക്കുന്നു, മറുവശത്ത് നിൽക്കുന്നു, അവർ UDFനൊപ്പമാണ്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും മറുവശത്ത് ഒരു കൺസോളിഡേഷൻ, മറുവശത്ത് നിന്നും കൂടുതൽ സമാഹരിക്കുക. കിരൺ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ വോട്ട് ബേസിൽ കൂടുതലായി കടന്നു ചെല്ലുക, അതാണോ ഈ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനം? കാരണം ലീഗ് അപ്പറേ സൈഡിലുള്ളിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുന്നതിന് പരിമിതിയുണ്ട്. ആ ഒരു വിലയിരുത്തൽ CPM നടത്തിയിട്ടുണ്ടല്ലേ?
സജിത്തെ, ഒരു പ്രധാനപ്പെട്ട വസ്തുത പരിശോധിച്ചാൽ കേരളത്തിൽ ഏത് ഭരണം വരണമെന്ന് തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിൻ്റെ ഒരു മധ്യ കേരളം മുതൽ തെക്കൻ കേരളം വരെയുള്ള മണ്ഡലങ്ങളിലെ വിധിയാണ്. വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എത്രയ്ക്കായാലും ലീഗിന് കിട്ടാവുന്ന ഒരു സീറ്റുണ്ട്. അത് ഏത് തിരിച്ചടിയിലെ ഘട്ടത്തിലുമൊക്കെ അതൊരിക്കൽ മാത്രമാണ്, 2006 മാത്രമാണ് അത്തരത്തിൽ ലീഗ് ഒരു കനത്ത തിരിച്ചടി നേരിട്ടത്. ആ തിരിച്ചടിയൊക്കെ ലീഗ് മറികടന്നു. അത് എന്തുകൊണ്ടാണ് CPM പറ്റിയ അന്ന് ടാക്ടിക്കൽ എററൊക്കെ പിന്നീട് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും ലീഗിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. മലബാറിൽ സംബന്ധിച്ച് CPM ശക്തി കേന്ദ്രങ്ങൾ, CPM അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സീറ്റുകളുണ്ട്. അവിടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സീറ്റുകളും കുറയാൻ കഴിയുന്ന സീറ്റുകളും ഒക്കെ ഏകദേശം അങ്ങനെ വലിയൊരു വ്യത്യാസം വരുത്താൻ കഴിയില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ കോട്ടയത്തോ അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ, എറണാകുളം അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ മാറിമറിയാൻ അടക്കം സാധ്യതയുള്ളതാണ്. അവിടുത്തെ വോട്ട് ബാങ്കിൽ ഏറ്റവും നിർണായകമായ സ്വാധീന ശേഷിയുള്ള ഈ ജാതി മത സംഘടനകൾക്കും വടക്കൻ കേരളത്തിലുള്ള സ്വാധീനമല്ല തെക്കൻ കേരളത്തിലുള്ള SNDPക്കായാലും NSSനായാലും ഈ പറയുന്ന അമൃതാനന്ദമയ്ക്കായാലും എല്ലാം ധീവര സമുദായത്തിനിടയിലുള്ള സ്വാധീനമൊക്കെ ആയാലും അങ്ങനെ പിന്നാക്ക വിഭാഗത്തിൻ്റെ സ്വാധീനമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം സ്വാധീനങ്ങളെ കൂടുതൽ സ്വാധീനിക്കപ്പെടുക ഈ തെക്കൻ കേരളത്തിലെ വോട്ട് ബാങ്കുകളിലാണ്. അവിടെ ഉറപ്പിച്ചു നിർത്തുക, അവിടെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക, മറ്റിടത്ത് കാര്യമായ രീതിയിൽ പരിക്ക് പറ്റാതെ നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഭരണം സാധ്യമാണ്. ഈ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് CPM വളരെ ഫലപ്രദമായി ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കിരൺ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. ഈ വടക്കൻ മേഖലകളിൽ ലീഗ് സ്വാധീനിക്കുന്ന മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ലീഗിൻ്റെ പരമ്പരാഗത വോട്ടുകൾ അവർ സംരക്ഷിക്കുന്നു. മറുവശത്ത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി കോൺഗ്രസ് സ്വാധീനിക്കുന്ന വോട്ടുകൾ, കോൺഗ്രസ് കൂടുതലായി പിടിക്കുന്ന വോട്ടുകൾ, ഇതാവുമല്ലോ UDFൻ്റെ ജയപരാജയ സാധ്യതകളെ നിശ്ചയിക്കുക. ഇവിടെ ഈ കോൺഗ്രസിൻ്റെ സാധ്യത മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും സാധ്യതകളിലേക്ക് CPM കടന്നു കയറി. ഈ ഭൂരിപക്ഷ വോട്ടുകളായിരിക്കുമല്ലോ ഈ മേഖലയിൽ നിർണായകമാവുക. അവിടേക്ക് CPM കടന്നു കയറുമ്പോൾ അവിടെ ആശങ്കപ്പെടുന്നത് കോൺഗ്രസ് തന്നെ. UDFൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട കക്ഷി കോൺഗ്രസ് തന്നെ എന്ന് കരുതണം, അല്ലെ? അങ്ങനെയാണോ ആ കണക്ക്? സജിത്തെ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. നമുക്ക് സുരേഷ് കുറുപ്പിൻ്റെ ആദ്യ ജയമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഈ മധ്യ കേരളത്തെ സംബന്ധിച്ച് ഹിന്ദു വോട്ട് പ്ലസ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ മധ്യ കേരളത്തിൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും. പ്രധാനമായും ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് M, ഏറ്റവും വലിയ പാർട്ടി കേരള കോൺഗ്രസ് M ആണ്. ജോസഫിൻ്റെ പാർട്ടിയേക്കാൾ ബഹു ദൂരം മുന്നിൽ നിൽക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് M തന്നെയാണ്. ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി തന്നെയാണ്. അവരുടെ ഒരു നിശ്ചിത വോട്ട് ബാങ്ക് ഉണ്ട്. അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരു നിശ്ചിത വോട്ട് ബാങ്കിനൊപ്പം തന്നെ ഈ മധ്യ കേരളത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള SNDP വോട്ടുകൾ, NSS വോട്ടുകൾ, ഈ രണ്ട് വോട്ടുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും CPMൻ്റെ വോട്ട് ബേസിനൊപ്പമാണ് ഇതെല്ലാം അധികമായി ചേരുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അവിടെ ജയത്തിനുള്ള സാധ്യത വളരെ ഏറെ വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായും ഇതിനെ മറികടക്കാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പൊതുപ്രതീക്ഷ ഭരണവിരുദ്ധ വികാരം ഒക്കെ കൊണ്ട് ഇതിനെല്ലാം മറികടക്കാം. ആരെല്ലാം ഒപ്പം നിന്നാലും, ഇനി SNDPയും NSSും ഇവരെ എല്ലാവരും എതിർത്ത് നിന്നാലും അതിനെല്ലാം മറികടന്ന് ജനങ്ങൾ അത്രത്തോളം ഈ ഭരണത്തെ വെറുത്തുപോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ജനങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് ദീർഘകാലമായി എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും ഏറ്റവും അവസാനം ഉണ്ടാകും, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ചില മാസങ്ങളിലെ ചില നീക്കങ്ങൾ, അതൊക്കെ ആയിരിക്കും കൂടുതൽ സ്വാധീനിക്കപ്പെടുക എന്നത് ആർക്കണം. നമുക്ക് ശബരിമല വിഷയമൊക്കെ ഉണ്ടായി, അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചോ ഇല്ലയോ എന്നൊക്കെ പറയുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ട ഇടതുമുന്നണി തൊട്ട് പിന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി വിജയിച്ചു എന്നതുകൂടി ആലോചിക്കണം. അതുകൊണ്ട് ഈ ദീർഘകാലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളെപ്പോഴും ഓർത്തിരിക്കുമെന്നും ആ ജനങ്ങൾ അത് ഓർത്തൊക്കെ കൃത്യമായി വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് പലപ്പോഴും അത്ര ശരിയായിട്ടില്ല എന്നതുകൂടി കാണേണ്ടി വരും. ശരി,